അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും അപ്പം ദശരഥന് 3 ഭാര്യമാർ, സന്താനങ്ങൾ ഉണ്ടായില്ല. ആ സന്താന ലബ്ധിക്കായിട്ട് ഋഷ്യശൃംഗൻ വന്നു. ഋഷ്യശൃംഗൻ വന്ന് യാഗം നടത്തി. ആ യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന അമൃതകുടത്തിലെ അമൃത ഭക്ഷിച്ചാണ് സന്താന ഭാഗ്യം ഉണ്ടാകുന്നത്. അങ്ങനെ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒക്കെ അടങ്ങുന്ന ആ സന്താന പരമ്പരയുടെ തുടക്കം. ഇതിൽ വിശേഷിച്ച് എടുത്തു പറയുന്നത് കൗസല്യ, കൈകേയി, സുമിത്ര, ഈ 3 ഭാര്യമാരും ഈ 4 സന്താനങ്ങളും സത്യത്തിൽ പരസ്പര സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഇഷ്ടത്തോടെയാണ് ജീവിക്കുന്നത്. അവരെല്ലാവരുടെ കൊണ്ടുനടന്ന് ഓമനിച്ച് വളർത്തുന്ന രാമനെ തന്നെയാണ്. രാമന്റെ അമ്മ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ തിരിച്ചറിയാനാവാത്ത വിധം മത്സര ബുദ്ധിയോടുകൂടിയാണ് അവരെല്ലാം തന്നെ രാമനെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും. ഇനി അയോധ്യ നിവാസികൾക്കാവട്ടെ അയോധ്യയുടെ രാജാവ് രാമൻ തന്നെയാണ്. അവരുടെ ജനമനസ്സുകളിൽ നേരത്തെ തന്നെ പതിഞ്ഞിരിക്കുകയാണ് രാമൻ. അപ്പോൾ അയോധ്യ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പ്രഖ്യാപനത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ട് അവരുടെ രാജാവ് രാമൻ തന്നെയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇനി എടുത്തു പറയുന്നത് മഹാരാജാവ് ദശരഥൻ ഈ വിവാഹം കഴിക്കുമ്പോൾ, സുമിത്രയും കൗസല്യയും വിവാഹം കഴിച്ച ശേഷം കൈകേയിയെ വിവാഹം കഴിക്കുമ്പോൾ ഒരു വ്യക്തമായ കരാറിന്റെ അടിസ്ഥാനം ഇവിടെ രാജ്യശുൽക്ക വ്യവസ്ഥ ആണ് നൽകിയിരിക്കുന്നത്. രാജ്യശുൽക്ക വ്യവസ്ഥ സന്താനത്തിന് അവരിൽ ഉണ്ടാകുന്ന മകന് രാജ്യാവകാശം വരവ്യവസ്ഥയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യശുൽക്ക വ്യവസ്ഥ നിലനിൽക്കിച്ചത് രാജാവിന് ഏറ്റവും പ്രിയങ്കരൻ, ഏറ്റവും അതീവ സുന്ദരിയും മറ്റുമായിട്ടുള്ള കൈകേയിയോട് തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് പട്ടാഭിഷേക സമയകാലമായി, രാജാഭിഷേക കാലമായപ്പോൾ ദശരഥൻ തൻ്റെ സഭ വിളിച്ചുകൂട്ടി. ആ സഭയിൽ വെച്ച് രാമനെ രാജാവായി പ്രഖ്യാപിക്കും. ഇന്ന് മന്ത്രിമാരടക്കം കൂടിയ സഭയാകും തന്നെ ഇളകിയാർത്ത് കൈയടിച്ച് ആ തീരുമാനത്തെ വരവേൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത്തരം കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുമായി ആലോചിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച ശേഷം സഭയിൽ വന്ന് പറയുകയല്ല. ഈ കഥയുടെ പശ്ചാത്തലം പുരുഷ കേന്ദ്രീകൃതമാണ്. അപ്പോൾ അവരത് സ്ത്രീ പ്രാധാന്യം കുറവാണ്. അവരെ തീരുമാനങ്ങൾ എടുക്കുന്നു, പിന്നീട് ഭാര്യമാരോട് പറയുന്നു, അങ്ങനെ. മറ്റൊന്നത് രാജ്യകാര്യമാണ്. രാജ്യകാര്യങ്ങളിൽ ഭാര്യമാരുടെ അഭിപ്രായം തരുന്ന രീതിയും അത്യപൂർവമാണ്. അപ്പോൾ ആ നിലയിൽ ദശരഥൻ രാമനെ രാജാവായി പ്രഖ്യാപിക്കുമ്പോൾ അതിന് മറുവശം ചിന്തിക്കേണ്ട ഒരു സാഹചര്യം പശ്ചാത്തലമോടെയില്ല. കാരണം ജനമനസ്സിലെ പ്രിയങ്കരനെ ഒരു നിയമത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനത്തിലൂടെ രാജാവായി വാഴിക്കുന്നെന്ന ഒരു സാധാരണ ചടങ്ങ് മാത്രമായിട്ട് നമുക്ക് അതിനെ കണ്ടാലാണ്. മറ്റൊന്ന്, രാമനെ സ്നേഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. ഞാൻ പറഞ്ഞ മുമ്പ് ആ 3 അമ്മമാരിൽ ആരാണ് ഏറ്റവും കൂടുതൽ രാമനെ സ്നേഹിക്കുന്നത് തിരിച്ചറിയാനാവില്ല. അവരാരാണ് യഥാർത്ഥ രാമൻ്റെ അമ്മയും തിരിച്ചറിയാനാവാത്തത് ഇടചേർന്ന ഒരു ബന്ധം തന്നെ അവിടെ. അപ്പൊ ആ നിലയ്ക്ക് രാമന്റെ പട്ടാഭിഷേകത്തിന് വിഘ്നങ്ങളൊന്നും ദശരഥ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെയൊന്നും ചിന്തിക്കപ്പെടാൻ ഇടയില്ലാത്ത ഈ ഘട്ടത്തിലാണ് അങ്കൻ 2 മന്ദരയുടെ രംഗപ്രവേശനം ഉണ്ടാകുന്നത്. കൈകേയിയുടെ ജ്ഞാതിദാസിയാണ്. കൈകേയിയുടെ അമ്മ അവരെ ഉപേക്ഷിച്ച് കൈകേയിയുടെ അമ്മയെ ഉപേക്ഷിച്ച ശേഷം കൈകേയിയുടെ വളർത്തമ്മയാണ്. സ്വാഭാവികമായി സ്വാധീനം അവർക്ക് കൂടും, ആത്മബന്ധവും കൂടുതലാണ്. അപ്പം മന്ധര എന്ന് പറയുന്ന ആളുടെ വരവാണ് രാമായണ കഥയെ ഈ സന്നിഗ്ധാവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്വിസ്റ്റായിട്ട് വരുന്നത് ഈ രംഗം തന്നെയാണ്. അതുവരെ കൈകേയിയുടെ ഉള്ളിലോ മനസ്സിൽ എവിടെയെങ്കിലും പോലുമോ രാമന്റെ പട്ടാഭിഷേക വിരുദ്ധമായ ഒരു ചിന്ത പോലും കടന്നു വന്നിരുന്നില്ല. എന്നാൽ മന്ദരയുടെ രംഗപ്രവേശം കഥാഗതിയെ മാറ്റി മറിച്ചായിട്ട് കാണാൻ പറ്റും. അവര് സമീപിക്കുന്ന, കൈകേയിയെ സമീപിക്കുന്ന ഒന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു, പിന്നെ അവരുടെ സ്വാധീനശേഷി, മകളോട് കാണിക്കാവുന്ന സ്വാധീനശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവരുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ട്, അവരുടെ മകന് ഭാവിയിൽ വരാനിടയുള്ള തിരിച്ചടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ രംഗപ്രവേശം ചെയ്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്കിപ്പോൾ ഒരാളെ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ, ഇവിടെ വിശേഷ സ്ത്രീയാണ്, സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുകയും അവരുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് അവരെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ആർക്കാണെങ്കിലും പ്രിയങ്കരമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ മകന്റെ ഭാവിയിൽ ഉത്കണ്ഠയുള്ള ആളാണ് സംസാരിക്കുന്നത്, അവകാശമുള്ള ആൾ. അപ്പം തൻ്റെ മകന് വരാനിടയുള്ള ആപത്ത് സൂചിപ്പിക്കുന്ന ഒരാളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അത്ര വേഗത്തിൽ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അടിവരയിട്ട് മന്ദര പറഞ്ഞ എന്താണ്, രാമന് പട്ടാഭിഷേകം സംഭവിച്ചു കഴിഞ്ഞാൽ
കൗസല്യക്ക് വരാൻ ഇടയുള്ള സ്ഥാനമാറ്റമാണ്. രാജപത്നി എന്ന പദവിയിൽ ഇളക്കുന്നുണ്ട്. പിന്നീട് രാമന്റെ അമ്മ എന്ന, രാജാവിന്റെ അമ്മ എന്ന മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. കൗസല്യ ഒരു അഗ്നിശൈലമാണ്. അതെല്ലാത്തിനെയും ചുട്ടുപൊള്ളിക്കും, കരിക്കും. മുൻപ് തന്നെ കൈകേയിയോടാണ് ഏറ്റവും പ്രിയം രാജാവിനെങ്കിൽ രാമൻ രാജാവാകുന്ന പക്ഷം അവിടെ വരാനിടയുള്ള ആ വേരിയേഷൻ തിരിച്ചടിയായി ഭാവിക്കാൻ പോകുന്നത് കൈകേയിക്കെതിരായിട്ടായിരിക്കുമെന്ന സൂചനയും എടുത്തു പറയുന്നു. അതുമാത്രമല്ല, രാമഭക്തനായ ഭരതൻ രാജപരമ്പരയിൽ നിന്ന് തന്നെ എടുത്തെറിയപ്പെടും. നീ കൗസല്യയുടെ ദാസിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭാഷണങ്ങളിൽ കടന്നു കയറുന്ന കൈകേയിയെ കാണാം, അല്ല മന്ധരയെ കാണാൻ പറ്റും. ആരാണ് ഭയപ്പെടാതിരിക്കുക? തനിക്ക് സ്ഥാനചലനം സംഭവിക്കുന്നവരോട് സ്ഥാനം അലങ്കരിക്കുന്ന ഒരാൾക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ സ്ഥാനചലനം സംഭവിക്കുമെന്ന് കരുതുന്ന ഒരാൾ ഒരിക്കലും സഹിക്കാത്ത കാര്യമാണ് മന്ധര ആയുധമാക്കിയത്. രണ്ടാമത് പറഞ്ഞത് അവരുടെ പ്രിയപ്പെട്ട മകൻ രാജപരമ്പരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഇതിൻ്റെ പിന്നിൽ എന്തോ കരുതിക്കുട്ടിയുള്ള പ്ലാനും പദ്ധതികളും ഉണ്ടെന്ന് മന്ധര പറയുന്നുണ്ട്. ഇതൊരു ആസൂത്രിതമായ രാജ്യം പിടിക്കലാണ്. കണ്ടോ, ഇത് വളരെ പ്ലാൻഡാണ്. ഉദാഹരണം പറഞ്ഞിട്ട് വിശ്വാമിത്ര മഹർഷി അവരുടെ തപസ്സിന് വിഘ്നം നേരിടുന്നു, തങ്ങളെ സഹായിക്കണമെന്ന് ദശരഥനെ സമീപിച്ചപ്പോൾ ദശരഥൻ രാമനെ ലക്ഷ്മണനെയാണ് അയച്ചത്. അവിടേക്ക് രാമൻ മേൽക്കൈ നൽകുന്നതിൽ ദശരഥൻ ആസൂത്രിതമായി ചിന്തിച്ചിരുന്നു എന്നാണ് മന്ധര പറയുന്നത്. എന്തുകൊണ്ട് ഭരതനെ അയച്ചില്ല? കണ്ടോ, അപ്പൊ ഇവിടെയും ഏതെല്ലാം ഘട്ടങ്ങളിലും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ദശരഥൻ ആസൂത്രിതമായി ചിന്തിച്ചിരിക്കുന്നു. അത് പിന്നെ ഭരതന്റെ സ്ഥിതി എന്നാണ്? അഗ്രജഭക്തനാണ് ഭരതൻ. സഹോദരനെ ദൈവതുല്യം കാണുന്ന ഒരാളാണ്. അടിമപ്പെട്ടു പോകും. സ്വാഭാവികമായി മന്ധരയുടെ ആവർത്തിച്ചുള്ള ഈ ആരോപണ ഉന്നയിക്കലിൽ ശരിക്കും പറഞ്ഞാൽ അതുവരെ ഇത് നിസ്സാരമായി കണ്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന കൈകേയി എന്ന വൻമരത്തെ പിടിച്ച് ഉലച്ചു എന്ന് കാണുന്നു. പറയുന്നുണ്ട്, മന്ധര പറഞ്ഞു തരുമ്പോൾ കൈകേയി പൊട്ടിക്കരഞ്ഞെന്ന് പറയുന്നത്. എന്താ? അതുവരെ ചിന്തിക്കാതിരുന്ന, അതുവരെ ആലോചിക്കാതിരുന്ന ഒരു വലിയ ഭീകര വിപത്ത് മന്ധര ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൈകേയി എന്ന മരത്തെ പിടിച്ച് ഉലയ്ക്കാൻ അവർക്ക് കഴിയും. അത് അവർ ആസൂത്രിതമായി തയ്യാറാക്കിയുടെ പദ്ധതിയുടെ ഇരയാവുകയാണ് സത്യം പറഞ്ഞാൽ കൈകേയി ചെയ്തത്. ഇത്രയും ഭാഗം നമുക്ക് നോക്കാം.